ചാലിശ്ശേരി കൃഷിപ്പണിക്കാരനെ തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ച തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗ്രാമത്തിന് അഭിമാനമായി. ചാലിശ്ശേരി അങ്ങാടി 13-ാം വാർഡ് നായനാർ റോഡിൽ വ്യാഴാഴ്ച രാവിലെ 11-നാണ് സംഭവം നടന്നത്. പാടശേഖരത്തെ കൃഷിയിടത്തിലെ പ്രവർത്തനം നടക്കുന്നതിനിടെയാണ് പാലക്കാട് സ്വദേശി കുമരനെല്ലൂർ കൊടകടവത്ത് വീട്ടിൽ മണിക്ക് നേരെയാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത്. കൂട്ടത്തോടെ എത്തിയ തേനീച്ചകൾ മണിയുടെ ദേഹമാസകലം പിടികൂടി മുറവിളിച്ച് പാടശേഖരത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിയ മണി റോഡിൽ തളർന്നു വീണു. സംഭവം കണ്ട 13-ാം വാർഡിലെ കുമാരൻ, ഷീജ മോഹനൻ, കൊട്ടാരത്തിൽ തങ്ക, വടക്കേപ്പുറം സുഭദ്ര, കപ്പളങ്ങാട് വേശു എന്നീ 5 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ധീരമായ ഇടപെടൽ അപകടം മറികടക്കാൻ സഹായമായി. 5 പേരും ടീമായി പ്രവർത്തിച്ചു. അവർ വസ്ത്രം കൊണ്ട് മുഖം മൂടി ഉണങ്ങിയ ഓലക്കെട്ടുകളെ തീ കത്തിച്ച് 5 പേരും തേനീച്ചയെ തീപ്പന്തമുണ്ടാക്കി ചിതറിച്ചു വിട്ടു. ചിന്തിക്കാനോ പ്രതിസന്ധിയെക്കുറിച്ച് ഭയപ്പെടാനോ സമയമില്ലാത്ത അവസ്ഥയിൽ രക്ഷിക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ടെന്ന് ഷീജ മോഹനും കുമാരനും പറഞ്ഞു. അപ്പൊ എന്റെ വിചാരം ലോറി തടയാനാവും, കരിങ്കല്ല് ഇവിടെ ഇറക്കാനാവും. അപ്പൊ രാജ്യത്തേക്ക് വന്നപ്പോഴാണ് അതിനാകെ പൊതിഞ്ഞു കൊടുത്തത്. അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പൊതിഞ്ഞിട്ട് ആവശ്യതയായി അത് തളർന്നു. അപ്പൊ വേറൊരു ഓട്ടോറിക്ഷക്കാരൻ പോണ്ട്. ആ ഓട്ടോറിക്ഷക്കാരൻ വേഗം ഒഴിഞ്ഞിട്ട് പോയി. എല്ലാവരെയും തടയാനേ അതേമാതിരി അത് ആകെ ആളുണ്ട് കാണാനില്ല. അങ്ങനെയായിരുന്നു. കത്തിച്ചു. ആ എന്നിട്ട് അപ്പോഴും കുറേയൊക്കെ ചത്തു. കുറേയൊക്കെ പിന്നെ മൂപ്പര് ഷർട്ടിൻ്റെ ഉള്ളിലും ചേട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടുണ്ട്. ഇത്ര അങ്ങനെ ആണ് പോയത്. തുടർന്ന് പഞ്ചായത്ത് അംഗം മാനു വിനുവിനെയും നാട്ടുകാരെയും അറിയിച്ചു. ഉടമയെത്തി മണിയെ പെരുമ്പിലാവ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. മണിയെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ കഴിയുന്ന മണി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നന്ദി പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരസ്പര സഹായത്തിന്റെ ശക്തി നാടിന് മാതൃക കൂടിയായി. പട്ടാമ്പി ഫയർ റെസ്ക്യൂ ഓഫീസർ SL സനത്, A മൻസൂർ, P അദീബ്, KK ശിവകുമാർ, P ദേവദാസ്, മുഹമ്മദ് ഷഹദാസ് എന്നിവർ പരിശോധന നടത്തിയെങ്കിലും തേനീച്ച കൂട് കണ്ടെത്താനായില്ല.